അങ്ങനെ ഏവരും കാത്തിരുന്ന ഗ്ലാമർ പോരാട്ടം കഴിഞ്ഞിരിക്കുകയാണ്. തലയും ഹിറ്റ്മാനും നേർക്കുനേർ വരുന്ന ഈ സീസണിലെ ആദ്യ മാച്ച്. ഈ മാച്ചിൽ ഒട്ടേറെ രസകരവും അതുപോലെ തന്നെ മനം നിറയ്ക്കുന്ന ഒരുപാട് നിമിഷങ്ങളും പിറന്നിട്ടുണ്ട്. മലയാളി പയ്യൻ മുംബൈയുടെ എല്ലാമായി മാറിയപ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്ന സൂര്യകുമാറിനെയും മത്സരശേഷം ധോണിയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ച വിഘ്നേഷിന്റെ ചിത്രങ്ങളും ഒരു ഭാഗത്ത് ആരാധകർ ഏറ്റെടുക്കുമ്പോൾ സൂര്യകുമാറിന്റെ വിക്കറ്റ് നിമിഷ നേരം കൊണ്ട് തെറിപ്പിച്ച ആ പഴയ തലയുടെ വീഡിയോ വീണ്ടും വീണ്ടും കാണുന്ന തിരക്കിലാണ് ആരാധകർ. കഴിഞ്ഞ ദിവസം രാത്രി 7:30 മത്സരം ആരംഭിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്യാൻ എത്തുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. CSKയുടെ ബൗളിംഗ് നിര കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴുന്നതോടെ വലിയൊരു സ്കോർ പടുത്തുയർത്താൻ സാധിച്ചില്ല. എന്നാൽ ഈ വിക്കറ്റുകളിൽ ആരാധകർ ഏറ്റെടുത്തൊരു വിക്കറ്റുണ്ട്. ഏതൊരു തല ആരാധകന്റെയും സ്റ്റാറ്റസായി മാറിയ ഒരു വിക്കറ്റ്. ഇന്ന് പലപ്പോഴും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യൻ ആരാധകർ മിസ് ചെയ്യുന്നത് തല ധോണിയുടെ മിന്നൽ സ്റ്റംപിംഗ് ആണ്. പലപ്പോഴും സ്റ്റംപ് ചെയ്യാൻ വൈകി വിക്കറ്റ് നേടാൻ കഴിയാതെ വരുമ്പോൾ ഏതൊരു ആരാധകനും അവിടെ ധോണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ധോണിയുടെ ആ മിന്നൽ സ്റ്റംപിംഗ് കണ്ടതോടെ ആരാധകരുടെ ആവേശം വാനോളം ഉയരുകയായിരുന്നു. നൂർ അഹമ്മദ് എറിഞ്ഞ 11ാം ഓവറിലാണ് സംഭവം. ഒരു മികച്ച ഷോട്ട് കളിക്കാൻ വേണ്ടി സൂര്യകുമാർ യാദവ് ക്രീസിൽ നിന്ന് ഒരനക്കമേ മുന്നോട്ട് കയറിയിരുന്നുള്ളൂ. സൂര്യ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് പന്ത് ധോണി കൈപ്പിടിയിൽ ഒതുക്കുകയും അതിലേറെ വേഗത്തിൽ വിക്കറ്റിൽ കൈവയ്ക്കുകയും ചെയ്തു. ധോണിയുടെ റിഫ്ലെക്സ് കണ്ട് അമ്പയറും സഹതാരങ്ങളും അത്ഭുതപ്പെടുകയും ചെയ്തു. മുംബൈ റിവ്യൂവിലേക്ക് കടന്നെങ്കിലും അമ്പയർ ഔട്ട് തന്നെ വിളിച്ചു. അങ്ങനെ തല ആരാധകരുടെ ആ ഒരു വർഷ കാത്തിരിപ്പിന്റെ വിരാമം ഗംഭീരമാക്കാൻ ധോണി മറന്നില്ല. ഇനി CSK ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ അവിടെ താരമായത് മുംബൈയുടെ 23-കാരനാണ്. അതും ഒരു മലയാളി പയ്യൻ. സഞ്ജുവിന്റെ രാജസ്ഥാൻ തോറ്റ സങ്കടം ഈ പയ്യൻ മലയാളികൾക്ക് മാറ്റിക്കൊടുത്തു എന്ന് പറയുന്നതിലും തെറ്റില്ല. മലപ്പുറംകാരൻ വിഘ്നേഷ് ചെന്നൈയുടെ 3 വിക്കറ്റാണ് തെറിപ്പിച്ചത്. അതും നിസ്സാരക്കാരുടെ വിക്കറ്റല്ല, ചെന്നൈയുടെ നായകന്റെ തന്നെ വിക്കറ്റ് തെറിപ്പിച്ചു. ഒപ്പം സിക്സർ വീരനായ ശിവം ദുബെയുടെ വിക്കറ്റും പിന്നാലെ വന്ന മധ്യനിര ബാറ്റർ ദീപക് ഹുഡയെയും വിഘ്നേഷ് മടക്കി അയച്ചു. ഇന്ത്യയുടെ T20 നായകനായ സൂര്യകുമാർ വിഘ്നേഷിനെ ചേർത്ത് പിടിച്ചത് കണ്ടപ്പോൾ സഞ്ജുവിന് ശേഷം കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന താരമായി ആ 23-കാരൻ മാറുമെന്ന വിശ്വാസം മലയാളികളിൽ ഉടലെടുത്തു. വളരെ യാദൃശ്ചികമായി ഇമ്പാക്ട് പ്ലെയറായി ടീമിൽ എത്തുമ്പോൾ തനിക്ക് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ച ആ പയ്യനെ ധോണിയും ശ്രദ്ധിച്ചു. മത്സരശേഷം ധോണി അവനെ ചേർത്ത് പിടിച്ചപ്പോൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സും നിറഞ്ഞിട്ടുണ്ടാകണം. മത്സരത്തിന് ശേഷം ഹസ്തദാനം ചെയ്യുന്നതിനിടെ വിഘ്നേഷിന്റെ തോളത്ത് തട്ടി ധോണി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വിഘ്നേഷ് ധോണിയോട് തന്റെ ആരാധനയും വെളിപ്പെടുത്തി. മലയാളി താരത്തെ ധോണി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതും കാണാനായി. അതുപോലെ മറ്റൊരു സൗഹൃദ നിമിഷവും കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിനിടയിൽ കാണാൻ സാധിച്ചു. ധോണിയും മുംബൈ ബൗളർ ദീപക് ചാഹറും തമ്മിലുള്ള സൗഹൃദമാണ് ആരാധകർ ഏറ്റെടുത്തത്. മുൻ CSK താരമായിരുന്ന ചാഹർ ഈ സീസണിലാണ് മുംബൈയിലേക്ക് ചേക്കേറിയത്. ടീം മാറിയിട്ടും ചെന്നൈയുടെ ഇതിഹാസ നായകനും ചാഹറുമായുള്ള സൗഹൃദവും ആത്മബന്ധത്തിനും യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കാണാമായിരുന്നു. മുംബൈക്കെതിരായ മത്സരം വിജയിക്കാൻ വെറും 4 റൺസ് മാത്രമുള്ളപ്പോൾ 8ാമനായാണ് ധോണി ക്രീസിലെത്തുന്നത്. ക്രീസിലെത്തിയതും ധോണിയെ തമാശയ്ക്ക് ചാഹർ പരിഹസിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ധോണി പന്തുകൾ നേരിടാൻ തയ്യാറാകുന്നതിന് മുൻപ് ചാഹറും ഉച്ചത്തിൽ ധോണിക്ക് വേണ്ടി കൈയടിക്കുകയായിരുന്നു. മത്സരശേഷം കളിക്കാൻ ഹസ്തദാനം ചെയ്യുന്നതിനിടയിൽ ധോണി ചാഹറിന് വേണ്ടി കാത്തിരുന്നു. ചാഹർ കൈ കൊടുക്കാൻ എത്തിയതും ധോണി ബാറ്റ് കൊണ്ട് മുൻ സഹതാരത്തെ അടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചു. ചാഹർ വേഗം ഒഴിഞ്ഞു മാറുകയും പിന്നാലെ ഇരു താരങ്ങളും ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. ഇരു താരങ്ങളുടെയും രസകരമായ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും ആകെ മൊത്തം ആരാധകരുടെ മനം നിറച്ച ഒരു മത്സരം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്.